നമസ്കാരം, ടെക് ജീനിയസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നും വീണ്ടും പുതിയൊരു വിഷയമായിട്ട് എത്തിയിരിക്കുകയാണ്. എടുത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എങ്ങനെ എഴുതാമെന്നുള്ള. ഇപ്പം നമ്മളൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ അവിടെ എവിടെയെല്ലാം ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആഗ്രഹം നമ്മുടെ നല്ല ഹാൻഡ് റൈറ്റിങ്ങോ എല്ലാവരെയും ഒന്ന് കാണിക്കണം. അതിനുവേണ്ടി നമുക്ക് നമ്മുടേതായ ഇപ്പം എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് നമ്മുടേതായ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ടൈപ്പ് ചെയ്യാം കമ്പ്യൂട്ടറിൽ കൂടെ. അതിനുള്ള വഴിയാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ പേജ് എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ www.myscriptphone.com എടുക്കുക. ഇപ്പൊ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ കണ്ടോ ഡൗൺലോഡ് ദ ടെംപ്ലേറ്റ്, അവിടെ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണിത്. ഇപ്പം കണ്ടോ, ഇതിപ്പം ഇങ്ങനൊരു ഇതാണ് ഇവിടെ കിട്ടുന്നത്. ഇതിനകത്ത് നമ്മുടേതായ ഇപ്പം ഇത് കണ്ടോ, അത് പ്രിന്റ് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് പ്രിന്റ് ഈ ഫോം പ്രിന്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കണ്ടോ ABCD എഴുതുക നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ. അതിനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് ബ്ലാക്ക് പെൻ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഇതിന്റെ ലൈൻസ് കാണിച്ചിട്ടുണ്ട്, അതിന്റെ വെളിയിൽ എഴുതരുത്. നമ്മൾ ഇതുപോലെ തന്നെ എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം സ്കാൻ ചെയ്യുക. ഞാനിപ്പോൾ പെയിന്റ് ചെയ്തൊരു ഇതാണ് ചെയ്തത്. അപ്പം ഞാൻ സ്കാൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ പെയിന്റ് നിങ്ങളെ ഒരു എക്സാമ്പിൾ കാണിക്കാം. എന്നിട്ട് ഇതുപോലെയാണ് എഴുതേണ്ടത്. ഇത് പക്ഷേ ലൈനിലൊന്നും കറക്റ്റ് ഒന്നും അല്ല, നിങ്ങളിത് കറക്റ്റായിട്ട് എഴുതണം. ഞാനിത് പെയിന്റ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഇത് ലൈനിലൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ചെയ്യണം. ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് JPG PNG ഏതെങ്കിലും ഒരു ഇതിൽ ഫയലായി സേവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ചൂസ് ഫയൽ കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്ത ആ ഇത് ഫയൽ എടുക്കുക. ഇപ്പം ഈ ഫയൽ എടുത്തു, നമ്മളിപ്പം ഈ ഓപ്പൺ ചെയ്ത ഈ ഫയൽ. അതിനുശേഷം ഞാൻ അതിൻ്റെ പേരും കൊടുത്തിട്ട്, ഇപ്പം ഞാൻ GG എന്ന എക്സാമ്പിൾ പേര് കൊടുത്തു. എന്നിട്ട് സെൻഡ് ഫയൽ കൊടുക്കുക. ഇപ്പം ഇത് നമുക്ക് കാണാം, ഇത് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം പ്രോസസ്സായി. ഇപ്പം പ്രോസസ്സായി. ഇത് കണ്ടോ, ഇവിടെ ഒരു ലിങ്ക് വന്നു. ഞാനിപ്പം കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങളിത് വരുമ്പോൾ കറക്റ്റായിട്ട് അത് വരും. ഞാനത് കറക്റ്റായിട്ട് അല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നേക്കുന്നത്. ഇത് എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ കുറച്ച് കോളം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് വന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് ഫുൾ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ കോളംസും ഫില്ല് ചെയ്യണം. അതാണ് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. ഞാനിപ്പോൾ ഫില്ല് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. നിങ്ങളത് ഫില്ല് ചെയ്യുമ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും. അതിനുശേഷം ഇപ്പം താഴെ ഇവിടെ ലിങ്ക് വന്നിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ ഡൗൺലോഡായി. ഞാനിതിപ്പം ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഒരു കറക്റ്റായിട്ട്, കാരണം ഞാൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാളെ ക്ലിക്ക് ചെയ്താകുമ്പം ഇത് ഇൻസ്റ്റാൾ ആകും. ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വെബ്പാഡിൽ എവിടെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന എളുപ്പ വഴിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള കമൻറ്റുകളെല്ലാം ചെയ്യുക. താങ്ക് യു.